എന്താ മാഡം അവളുമായിട്ടൊരു പ്രശ്നം? രാവിലെ മുതല് അവള് കൈലാഷിനെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. അവൾ എൻ്റെ അടുത്തും കൈലാസ് സാറിനെ കാണാൻ അനുവാദം ചോദിച്ചു വന്നിരുന്നു. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഓടിച്ചു. ഇവള് കൈലാഷിനെ കാണാൻ ശ്രമിക്കുന്ന എന്തിനാണെന്ന് കരുണാകരൻ അറിയോ? ഇല്ല മാഡം. അവളോട് ചോദിച്ചാലും സത്യം പറയില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കാൻ പോയില്ല. പാർവതി കൈലാഷിനെ കാണാൻ ശ്രമിക്കുന്നതിന്റെ പുറകിൽ വ്യക്തമായ എന്തോ ലക്ഷ്യമുണ്ട്. അതെന്താണെങ്കിലും ശരി, ഇന്നത്തെ ദിവസം പാർവതി കൈലാഷിനെ കാണരുത്. അവളെന്റെ കൺവട്ടത്തുനിന്ന് പോയാലല്ലേ അവള് കൈലാഷിനെ കാണൂ. ഞാൻ അവളെ നോക്കി ഇവിടെ തന്നെ ഇരിക്കാൻ പോവാ. ഞാനുള്ളപ്പോ മാഡം നിന്നോട് കുത്തിരിക്കണേ. ഞാൻ നോക്കിക്കോളാം മാഡം. എന്റെ കണ്ണു വെട്ടിച്ച് അവൾ എങ്ങനെ പോകുന്നു എനിക്കൊന്ന് കാണും. താൻ എപ്പോഴും പാർവതിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് കൊണ്ടാ അവൾ എപ്പോഴും ജയിക്കുന്നേ. തന്റെ കണ്ണ് വെട്ടിച്ച് അവൾ ആ ഡോർ വരെ എത്തിയതാ. ഞാൻ കൃത്യസമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ അവൾ ആ VIP ലിഫ്റ്റ് കയറി കൈലാഷിന്റെ ക്യാബിൻ വരെ എത്തിയേനെ. താനിതൊന്നും കണ്ടുപോലില്ലല്ലോ. എന്റെ കണ്ണു വെട്ടിച്ച് അവൾ ഇവിടുന്ന് മുങ്ങാൻ ശ്രമിച്ച അതിനുള്ള ശിക്ഷ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യം സ്റ്റോപ്പ് ദേ. വെറുതെ എടുത്തു ചാടണ്ട. തൽക്കാലം അവളുടെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനെ അവളെ ഒബ്സർവ് ചെയ്യാല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, നമുക്ക് നിരീക്ഷിക്കാം. മുക്ത ഇവിടെ തന്നെ ഇരിക്കുവാണോ? എന്താ പോവാത്തത്? അവൾക്ക് എന്തൊക്കെയോ സംശയം ഉണ്ടെന്ന് തോന്നുന്നു. ഇനി നീ എങ്ങനെ കൈലാഷ് സാറിനെ കാണും? നമുക്ക് നോക്കാം. ഓക്കെ സാർ. ആ സാർ, ആ ചെയ്തിട്ടുണ്ട് സാർ. ഓക്കെ സാർ, ശരി. ആ പ്രിയന്റെ അമ്മയല്ലേ? അതെ. പ്രിയനെ കാണാൻ വന്നതാണോ? അല്ല, ഞാൻ പാർവതിയെ കാണാൻ വന്നതാ. ആ പാർവനെ ഒന്ന് വിളിക്കാമോ? ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ പൊക്കോളാം. കൂടി വന്ന ഒരു 10 മിനിറ്റ് മതി. ഇപ്പോ ജോലിന്ന് സമയമാണ്. ഇപ്പൊ വിളിച്ച പ്രശ്നമാവും. ഓ, കുറച്ച് കഴിഞ്ഞാ ലഞ്ച് ബ്രേക്ക് ആവും. അതുവരെ കാത്തു നിന്നാ മതി. എനിക്ക് അത്യാവശ്യമായി ആശുപത്രി വരെ ഒന്ന് പോകണം. പറ്റുമെങ്കിൽ അവളെ ഒന്ന് വിളിക്കാമോ? ഞാൻ വേഗം തിരിച്ചയച്ചോളാം. ഞാൻ ഒന്ന് വിളിച്ചു ചോദിച്ചോട്ടെ. ശരി. ഹലോ സാർ, സെക്യൂരിറ്റിയാണ് സാർ. എന്താണോ? ഇവിടെ പ്രിയന്റെ അമ്മ വന്നിട്ടുണ്ട്. പ്രിയന്റെ അമ്മയോ? അവരെന്തിനാ ഇങ്ങോട്ടൊന്ന്? കരുണാകരൻ ഫോണിങ്ങി തരൂ. ഹലോ, പ്രിയനെ കാണാനാണോ അവര് വന്നിരിക്കുന്നത്? അല്ല മാഡം, പാർവതിയെ കാണാനാ അവർ വന്നിരിക്കുന്നത്. പാർവതിയെ കാണാനോ? ഈ സമയത്ത് പാർവതിയെ കാണാൻ ധൃതി പിടിച്ച് പ്രിയന്റെ അമ്മ വന്നതില് എന്തോ ദുരൂഹതയുണ്ട്. അവരെന്തിനാ വന്നറിയണം. ഹലോ മാഡം. അവരോട് വെയിറ്റ് ചെയ്യാൻ പറയൂ. ഞാൻ പാർവതിയെ ഉടനെ അയക്കാം. ശരി മാഡം. പാറു ഇപ്പൊ വരും, ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. വരൂ. പ്രിയന്റെ അമ്മയാണ്. ഇരിക്കൂ. എന്തിനാ മാഡം പ്രിയന്റെ അമ്മ ഇവിടെ കാണാൻ വന്നിരിക്കണേ? അതറിയണമെങ്കിൽ പാർവതിയും അവരും തമ്മിൽ സംസാരിക്കണം. അത് നമ്മൾ കേൾക്കണം. ഞാൻ പാർവതിയോട് പ്രിയന്റെ അമ്മ വന്നിട്ടുണ്ടെന്ന് പറ. അവൾക്ക് പോകാനുള്ള പെർമിഷനും കൊടുത്തേക്ക്. മാഡം ഞാൻ പോകാനല്ലേ പറഞ്ഞേ? നിനക്കൊരു വിസിറ്റർ ഉണ്ട്, വേഗം പോയി സംസാരിച്ചിട്ട് വാ. ആരാ സർ? നിന്റെ കാമുകന്റെ അമ്മ, അതായത് നിന്റെ അമ്മായിയമ്മ. പ്രേംചേട്ടൻ്റെ അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാനെന്താ വീട്ടിലേക്ക് ചെല്ലാത്തതെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? ഞാൻ പറഞ്ഞു നിന്റെ ചെവി കയറിയില്ലേ?
എന്താ നീ ഇവിടെ തന്നെ ഇരിക്കണേ? പോയി സംസാരിച്ചിട്ട് വേഗം പാടി. സാർ, എനിക്ക് കുറച്ച് ജോലി ചെയ്ത് തീർക്കാനുണ്ട്. ഞാൻ ജോലി ചെയ്ത് തീർത്ത ശേഷം ഞാൻ അമ്മയെ വീട്ടിൽ ചെന്ന് കാണുന്ന സാർ പറഞ്ഞാൽ മതി. ഞാനെന്താ നിന്റെ സെക്രട്ടറിയാ? നിനക്ക് അവരെ കണ്ട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് നേരിട്ട് എന്ന് പറഞ്ഞോളണം.